ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിനി പഠിക്കാനുള്ളത് സെറ്റ് തിയറി, അതായത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് തിയറീസ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ സെറ്റിനെ പറ്റിയിട്ട് ഞാൻ എടുക്കുക. അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സെറ്റ് എന്താണെന്നുണ്ട് നോക്കാം. എ സെറ്റ് ഈസ് ദ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്, അല്ലേ? ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റാണ് സെറ്റ്. നമ്മൾ സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നാച്ചുറൽ നമ്പർ അപ് ടു 4 എന്നില്ലേനെ ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. 1 2 3 4 ഇല്ലേ, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സ് ബിലോ 10 അല്ലെങ്കിൽ ഈവൻ നമ്പർ അപ് ടു 10 എന്ന് വരുമ്പോൾ എങ്ങനെ, ബിലോ 10 ആകുമ്പോൾ 8 ഉണ്ടാവുള്ളൂ. ഈവൻ നമ്പർ അപ് ടു 10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 4 6 8 10 ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെറ്റിനെ നമുക്ക് മെയിനായിട്ട് 2 മെത്തേഡിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് റോസ്റ്റർ ഫോമും, നെക്സ്റ്റ് വണ്ണാണ് സെറ്റ് ബിൽഡർ ഫോമും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സെറ്റ് ചെയ്താൽ ഈ ഒരു നമ്പർ 1 3 5 7 എക്സെട്ര എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 2 ടൈപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ റോസ്റ്റർ മെത്തേഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആ നമ്പറിനെ അങ്ങ് റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതന്നെ നമ്മൾ സെറ്റ് എ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യും, 1 2 3 അപ് ടു n. ഓക്കെ, പക്ഷേ നമുക്കിതറിയാം എന്താണ് ഇതെന്താണ്, 1 to അപ് ടു എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയാണ്. അപ് ടു ഇൻഫിനിറ്റി എൻ മീൻസ് ഇൻഫിനിറ്റി ആണ്, 1 to ഇൻഫിനിറ്റി വരെ. നമുക്ക് കാരണം എത്ര എന്നുള്ളത് അറിയില്ല, നമ്മൾ ഡോട്ട് വിട്ടിട്ടുണ്ട്. അതെന്താണ് 1 3 5 7 എന്നൊക്കെ പറഞ്ഞാൽ അപ് ടു ഇൻഫിനിറ്റി, ഇതൊരു ഓഡ് നമ്പറാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എസ് ഈക്വൽ ടു എക്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, എക്സ് ഈസ് എ ഓഡ് നമ്പർ. അതായത് ഈ ഒരു സെറ്റിലെ ഓരോ എലമെൻസും 1 എന്താണ് ഒരു ഓഡ് നമ്പറാണ്, 3 ഓഡ് നമ്പറാണ്, 5 ഓഡ് നമ്പറാണ്, 7 ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് 2 തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എ എന്നുള്ളത് എന്താണ് 1 2 3 ഓക്കെ അപ് ടു ഇൻഫിനിറ്റി. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഏത് മെത്തേഡാണ്, റോസ്റ്റർ മെത്തേഡ്. ഇനി സെറ്റ് ബിൽഡർ മെത്തേഡിൽ നമുക്ക് റെപ്രസെൻറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ. നമ്മൾ അതായത് ആ നമ്പറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. നമ്മൾ എന്താണോ റോസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുന്നതാണെന്ത്, സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് എഴുതിയിട്ട് അത് കഴിഞ്ഞിട്ട് റൈറ്റ് എ സെറ്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം ആൻഡ് റോസ്റ്റർ ഫോം. ഓക്കെ, ഈ സെറ്റ് ബിൽഡർ ഫോം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഇതാണ്, എസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു 9. അതായത് എക്സ് ഇവിടെ 2 ഡോട്ടാണ് വരുന്നത്, എക്സ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 9. അപ്പോൾ എക്സ് സ്ക്വയർ 9 വരുന്നതിൻ്റെ റോസ്റ്റർ മെത്തേഡ് ഏതായിരിക്കും, നമുക്കറിയാം. റോസ്റ്റർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് വണ്ണാണ്, എ എന്നുള്ള റോസ്റ്റർ മെത്തേഡാണ്. എസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ ചെയ്താൽ -3 3 അല്ലേ. അതായത് -3യുടെ സ്ക്വയർ ആയാലും 3യുടെ സ്ക്വയർ ആയാലും രണ്ടിൻ്റെയും ആൻസർ എന്താണ് 9 ആണ്. അപ്പോൾ നമ്മൾ റോസ്റ്റർ മെത്തേഡിൽ ജസ്റ്റ് ആ എലമെൻസിനെ ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ എന്താ പറയുക, ഇത് സെറ്റ് ഇത് റോസ്റ്റർ മെത്തേഡ്. അതായത് ഇത് നമുക്ക് തന്നിട്ടുള്ളത് സെറ്റ് ബിൽഡർ ഫോമാണ്. ഇതിൽ നമുക്ക് എന്ത് റോസ്റ്റർ മെത്തേഡിൽ എഴുതാണ് ചെയ്യുക. സെറ്റ് ബിൽഡർ ഫോം തന്നാൽ നമുക്ക് റോസ്റ്റർ മെത്തേഡിൽ എഴുതാൻ അറിയണം, റോസ്റ്റർ മെത്തേഡ് തന്നാൽ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനും അറിയണം. ഓക്കെ, അപ്പോൾ റോസ്റ്റർ മെത്തേഡിൽ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ എലമെൻസിനെയും ആ സെറ്റിൻ്റെ ഉള്ളിൽ, സെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റിനുള്ളിൽ ഓരോ എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത്, നമ്മളെ റോസ്റ്റർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് വെച്ചാൽ നമ്മൾ ആ എലമെൻറ്റിൻ്റെ എക്സ് എന്ന് കൊടുത്തിട്ട് ആ എലമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുന്നതാണ് എന്ത്, സെറ്റ് ബിൽഡർ ഫോം. ഇവിടെ ഡോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇത് എഴുതി വെക്കുക. ഇനി നമുക്ക് എന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് സെറ്റ്, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് സെറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ സെറ്റിനെ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് വാല്യൂ എന്ന് വെച്ചാൽ എന്താ, എ സെറ്റ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് ഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളതാണല്ലേ. അത് നമ്മൾ കൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റ് ഇൻ വിച്ച് നമ്പർ ഓഫ് എലമെൻറ്റ് ഈസ് ഫൈനൈറ്റ് എന്ന് കൊടുക്കണേ. നമ്പർ ഓഫ് എലമെൻറ്റ് ഈസ് ഫൈനൈറ്റ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എഴുതാം.
ഇല്ലേ? ഫോർ എക്സാമ്പിൾ എ എന്നുള്ളത് എന്താണ് 1 2 3 4 1 2 3 4 നമ്മൾ അപ് ടു 4 നമുക്ക് കൗണ്ടബിൾ ആണ്. ബി എന്നുള്ളത് എന്താണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഫസ്റ്റ് ബി സി എയിൽ നമ്മളെ സ്റ്റുഡൻസ് 26 നമുക്ക് എന്താ കൗണ്ടബിൾ ആണ്. പിന്നെ ഇൻഫിനിറ്റ് സെറ്റ് നെക്സ്റ്റ് വന്നാണ് ഇൻഫിനിറ്റ് സെറ്റ്. ഇൻഫിനിറ്റ് നമുക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് നോട്ട് ഫിനിറ്റ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ എ എന്നുള്ളത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതണ്ടേ എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് എ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റുമോ? അത് 1 2 3 4 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ അതെന്താണ് ഇൻഫിനിറ്റ് സെറ്റാണ്. ഈ നെക്സ്റ്റ് നമുക്കറിയാം സിംഗിൾട്ടൺ ടെസ്റ്റ്, പേര് പോലെ തന്നെ എന്താണ് സിംഗിൾട്ടൺ. സിംഗിൾട്ടൺ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒൺലി 1 എലമെൻ്റ് ഉള്ളതാണ് സിംഗിൾട്ടൺ. ഫോർ എക്സാമ്പിൾ 3 എന്താണ് സിംഗിൾട്ടൺ ആണ്. ഇനി 1 എന്ന് പറയുന്നത് സിംഗിൾട്ടൺ ആണ്. ഇവിടെ നോക്കുക, ഇത് ഡൗട്ട് അടിക്കും. 1 2 എന്ന് പറയുന്നത് ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് 1 2. ഇതെന്താണ് അതായത് ഇതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ എലമെൻ്റ് ആണ്, സിംഗിൾട്ടൺ ആണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ എന്തല്ല, ഇത് സിംഗിൾട്ടൺ അല്ല. ഓക്കെ, ഇത് ബ്രാക്കറ്റിനുള്ളിൽ ഇതെന്താണ് സിംഗിൾട്ടൺ ആണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് നോ എലമെൻറ്റ്സ്, ഒരു എലമെൻ്റ് ഇല്ലാത്ത സെറ്റാണ് നൾ സെറ്റ്. നൾ സെറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യലുണ്ട്, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യലുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിട്ട് നൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് കാണാറുണ്ട്. മോസ്റ്റ് കോമൺലി നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ. ഇതാണ് നമ്മൾ നൾ സെറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഈക്വൽ സെറ്റ്. ഇവിടെ ഉണ്ട് ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ് എന്ന് വെച്ചാൽ 2 സെറ്റ് ആർ ഈക്വൽ ഇഫ് ദേ ഹാവ് സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് സെയിം എലമെൻറ്റ്. നമ്മൾ 2 മെട്രിക്സിൻ്റെ കേസ് നമ്മൾ ഈക്വലാന്ന് പഠിച്ചത്. എങ്ങനെ ഈക്വൽ എന്ന് പഠിച്ചത്? ഈക്വലും ഈക്വലൻ മെട്രിക്സും ഈക്വൽ മെട്രിക്സും അത് ഇതാണ്. പക്ഷേ ഈക്വൽ സെറ്റും ഈക്വലൻ സെറ്റും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ സെറ്റ് എന്ന് വെച്ചാൽ സെറ്റ് ആർ ഈക്വൽ ദ ഹാവ് സെയിം കാർഡിനാലിറ്റി മീൻസ് സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എ എന്നുള്ളത് നമ്മൾ 1 2 3 4 റെപ്രസെൻ്റ് എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. എ 1 2 3 4. ബി എന്നുള്ളതും എന്താണ് 1 2 3 4 കൊടുക്കുക. അത് എന്താണ് ഈക്വൽ സെറ്റ്. എ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ബിക്ക് ഓർഡർ ചേഞ്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് 2 3 1 4 കൊടുത്താൽ എന്താണ് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്താൽ കുഴപ്പമില്ല. എയിലും ബിയിലും എന്താണ് സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് വേണം, സെയിം എലമെൻ്റ് ആണ്. ഓർഡർ ചേഞ്ച് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ ഒന്നും ഓർഡർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർഡർ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ആ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എല്ലാ കൺസെപ്റ്റും ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. ഇതാണ് ഈക്വൽ സെറ്റ്സ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇക്വലൻ്റ് സെറ്റ്. ഇക്വലൻ്റ് സെറ്റ് എന്ന് വെച്ചാൽ 2 സെറ്റ്സ് ആർ ഈക്വൽ ഇഫ് ദേ ഹാവ് സെയിം കാർഡിനാലിറ്റി മാത്രമാണ്. അതായത് സെയിം നമ്പേഴ്സ് മാത്രം. സെയിം കാർഡിനാലിറ്റി മീൻസ് നമ്പർ. ഓക്കെ, സെയിം നമ്പേഴ്സ് ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഇതിൽ നോക്കുക, എ എന്നുള്ളത് എന്താണ് 1 2 3 ആണ്. എത്ര എലമെൻറ്റ്? ഇവിടെ 3 എലമെൻ്റ് ആണ്. ഓക്കെ, ബി എന്നുള്ളത് എന്താണ് എ ബി സി. ഇവിടെയും 3 എലമെൻ്റ് ആണ്. പക്ഷേ എലമെൻറ്റ് സെയിം ആണോ? അല്ല, എലമെൻറ്റ് സെയിം അല്ല. പക്ഷേ ഇതെന്താണ് ഇക്വലൻ്റ് സെറ്റാണ്. അപ്പോൾ എ ഈക്വൽ ബി എന്നാണെങ്കിൽ എന്താണ് എലമെൻറ്റും സെയിം ആകണം, നമ്പറും സെയിം ആകണം. ഓക്കെ, പക്ഷേ എ ഇക്വലൻ്റ് ബി എന്ന് പറഞ്ഞാൽ ഏത് മാത്രം സെയിം ആയാൽ മതി? നമ്പർ മാത്രം, സെയിം കാർഡിനാലിറ്റി മാത്രം മതി. ഓക്കെ, എലമെൻറ്റ് കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. അതാണ് ഇത് രണ്ടും തമ്മിൽ. ഇത് 3 സെയിം നമ്പേഴ്സ് ഓഫ് എലമെൻറ്റ്സ് ആണ്. എ ഈക്വൽ ബി എന്ന് പറയുമ്പോൾ സെയിം നമ്പേഴ്സ് എലമെൻ്റ് ആണ്, സെയിം എലമെൻറ്റും ആകണം. ഓക്കെ, നെക്സ്റ്റ് ആണ് സബ്സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ്. നിങ്ങൾക്കറിയില്ല, ഒരു സെറ്റ് എ എന്നുള്ളത് സബ്സെറ്റ് ഓഫ് ബി. എന്താ മീൻ ചെയ്യുന്നത്? സബ്സെറ്റ് എന്ന് വെച്ചാൽ ഒന്നിൻ്റെ ഉള്ളിലുള്ള സെറ്റ് എന്നാണ് മീനിങ്ങില്ലേ. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ബി എന്നാണ് സൂപ്പർ സെറ്റാണ്. അത് ബി ഇഫ് എവരി എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി. ഓക്കെ, ദെൻ എ ഈസ് കോൾഡ് സബ്സെറ്റ് ആൻഡ് ബി ഈസ് റിട്ടൺ ആസ് എ
സബ്സെറ്റ് ഓഫ് ബി, എ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ ഇതിൻ്റെ ആൻ്റെ ബി എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർ സെറ്റാണ്. അപ്പോൾ നമുക്കറിയാം ബി സൂപ്പർ സെറ്റ് എ. അപ്പോൾ ഇങ്ങനെ വരുന്നത് എന്താണ്? സബ്സെറ്റാണ്. ഇങ്ങനെ വരുന്നത് സൂപ്പർ സെറ്റ്. ഏതായാലും നമുക്കറിയില്ലേ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചില്ലേ, സ്ഥാനം ക്രിയേറ്റ് ചെയ്താണ് അലിഗേറ്ററിൻ്റെ കള. അലിഗേറ്റർ വായി തുറക്കുന്നത് എങ്ങോട്ടാണ്? കൂടുതൽ ഇല്ലോടത്തേക്കാണെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ കൂടുതൽ ഏതിലാണുള്ളത്? ബിയുടെ സമയത്ത്. അപ്പോൾ ബി എന്നാണ് സൂപ്പർ സെറ്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ബി നമ്മൾ ശ്രദ്ധിക്കുക, 1 2 3 4 5 6 എലമെൻറ്റ്സ് ഉണ്ടല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എങ്ങനെ എ എന്നുള്ള ഇതിൽ ഏതെങ്കിലും എലമെൻറ്റ്സ് ഇപ്പോൾ ഒരു 1 2 3 4 ഇതെന്താണ്? സൂപ്പർ സെറ്റാണ്. ഇതൊരു സബ്സെറ്റാണ്. അതായത് ബിയിലുള്ള 4 എലമെൻറ്റ്സ് ഉണ്ട് എയിൽ വരുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു സബ്സെറ്റാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എ ഈക്വൽ ടു 1, ഇതും എന്താണ്? സബ്സെറ്റാണ്. ഇനി എ ഈക്വൽ ടു 4 5 6 ഇതും എന്താണ്? ബി എന്നുള്ളത് പവർ സെറ്റാണ്, ബിയുടെ ഒരു സബ്സെറ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എ ഈക്വൽ ടു 1 2 3 4 5 6 ഇതും നമുക്ക് എന്താ ചെയ്യുക? സബ്സെറ്റാണെന്ന് നമുക്ക് പറയാം. കാരണം ഈക്വൽ ആയാലും എന്താണ്? ഒരു സബ്സെറ്റിന് എ ബി എന്നുണ്ടായതാണ് എ. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ബി ആണ് എന്ത് പറയുന്നത്, അത് മാറിപ്പോകരുത്. എയും ബിയും വെച്ചിട്ടാണെങ്കിൽ അപ്പോൾ ഇനി ഒരു കേസിൽ ഇപ്പോൾ നമുക്ക് എ സൂപ്പർ സെറ്റ് ആണെങ്കിൽ ബി സബ്സെറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സും എയിലുണ്ടായിരിക്കണം. നമുക്ക് ഇത് അനുസരിച്ച് ഇപ്പോൾ ഇതിൽ ഏതാണ് ബി എന്നുള്ളത് പവർ സെറ്റും എ എന്നുള്ളത് എന്താണ്? സബ്സെറ്റുമാണ്. ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ഏതിലുണ്ടായിരിക്കണം? ബിയിലുണ്ടായിരിക്കണം. അപ്പോൾ ബിക്കാണ് പവർ കൂടുതൽ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് എടുത്തു പോകുന്നത്. ഓക്കെ, ഇത് അറിയാലോ, എ എന്നുള്ളത് എന്താണ്? സബ്സെറ്റ് ഓഫ് ബി ആണ്, ബി പവർ സെറ്റ് ഓഫ് എ. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓൾ സബ്സെറ്റ് ഓഫ് എ. നമുക്ക് ഏതൊക്കെ എഴുതാം? ഈ നമ്പർ ഓഫ് സബ്സെറ്റ് ഇപ്പോൾ ഒരു n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് സബ്സെറ്റ് ചെയ്യുമ്പോൾ 2n ആണ്. ഓക്കെ, 2n ആണ് നമ്പർ ഓഫ് സബ്സെറ്റ്. ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 എലമെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ 2n എന്ന് പറയുമ്പോൾ 3, 2 എന്ന് പറയുമ്പോൾ 8 സബ്സെറ്റ് ഉണ്ടാവും. അതായത് ഫസ്റ്റത്തെ സബ്സെറ്റ് എന്താ? ഒരു എലമെൻറ്റ് മാത്രം, എ മാത്രം, ബി മാത്രം, സി മാത്രം, പിന്നെ 2 എലമെൻറ്റ് മാത്രം. ഇവിടെ ബ്രാക്കറ്റ് വേണ്ട കേട്ടോ, ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കേണ്ടത്. ഈ ബ്രാക്കറ്റ് ഇടരുത്. ഈ ബ്രാക്കറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് ഒരു എലമെൻറ്റേ വരുള്ളൂ. അപ്പോൾ അതങ്ങനെ ഇടരുത് കേട്ടോ. അപ്പോൾ എ ബി സി ഒന്നായി. ഇനി നെക്സ്റ്റ് 2 എലമെൻറ്റ് ഏതൊക്കെ വരും? എ ബി ഇല്ല, ഇത് 2 വരും, പിന്നെ ബിയും സിയും വരും. എ ബി ബി സി പിന്നെ എ സി, പിന്നെ 3 എ ബി സി. അപ്പോൾ എത്ര ആയി? ഇപ്പോൾ 1 2 3 4 5 6 7 ആയി. പിന്നെ എന്താണ്? എപ്പോഴും ഒരു സബ്സെറ്റ് എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ ഈ നൾ സെറ്റും അങ്ങനെ 8. ഇതിടരുത്, ബ്രാക്കറ്റ് ഇടുക ചെയ്യരുത്. ബ്രാക്കറ്റ് ഇട്ടാൽ തെറ്റാവും. ബ്രാക്കറ്റ് നമുക്കറിയാം, ഒരു കേളിൻ്റെ ഉള്ളിലൊരു ബ്രാക്കറ്റ് വന്നാൽ ഇത് ഒരു എലമെൻറ്റാണ്, അപ്പോൾ അത് തെറ്റാണ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടാകും. ഇതിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞത്. ഇഫ് എ സെറ്റ് ഹാസ് n എലമെൻറ്റ് ദെൻ ദ പവർ സെറ്റ് എത്ര എലമെൻറ്റ് ഉണ്ടാവും? 2n എലമെൻറ്റ് ഉണ്ടാവും ഇല്ലേ. ഇതിപ്പോൾ നമുക്കറിയാം എത്ര സബ്സെറ്റ് ഉണ്ട്. സബ്സെറ്റ് പവർ സെറ്റിൽ എത്ര എണ്ണം ഉണ്ട്? പവർ സെറ്റിൽ നമുക്ക് 8 സബ്സെറ്റ് വരെ ഈ പവർ സെറ്റിൽ നിന്ന് എഴുതാൻ പറ്റും ഇല്ലേ. അപ്പോൾ പവർ സെറ്റിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 8 എലമെൻറ്റ്. ഒരു സെറ്റിന് 3 എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പവർ സെറ്റിന് നമുക്ക് 8 എലമെൻറ്റ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താണ്? ഫൈൻഡ് ദി സബ്സെറ്റ് ഓഫ് എ. നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഓരോന്നുള്ളത് എ ബി, നെക്സ്റ്റ് എ ബി, നെക്സ്റ്റ് എന്താണ് വരുന്നത്? നൾ സെറ്റ്. അപ്പോൾ എത്ര വരും? അതായത് ഇപ്പോൾ 2 എലമെൻറ്റ്സ് ആണുള്ളത്, 2n അല്ലേ, 2 നമുക്ക് 4 എലമെൻറ്റ്സ് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോപ്പർ സബ്സെറ്റ്. ഈ പ്രോപ്പർ സബ്സെറ്റും തമ്മിൽ, സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് പറയാം. എന്താണ്? ഇപ്പോൾ ഒരു സബ്സെറ്റിൽ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഇതെന്ന് വെച്ചാൽ എന്താ? ഇതിൻ്റെ സബ്സെറ്റാണ് ഇല്ലേ. പ്രോപ്പർ സെറ്റിൽ എന്ന് വെച്ചാൽ എന്താണ്? ഈ മെയിൻ സെറ്റ് അങ്ങ് വരില്ല, ഇത് വരില്ല, ഇത് വരാതിരിക്കുന്നതാണ് നമ്മുടെ പ്രോപ്പർ. അപ്പോഴല്ല ശരിക്കും സബ്സെറ്റ് എന്ന് പറയുന്നത്. മറ്റേത് രണ്ടിനും ഏകദേശം എന്താവും? സെയിം പവർ ആവില്ല. 2 എലമെൻ്റ് ആകുമ്പോൾ സെയിം പവർ ആവും. അപ്പോൾ അത് വരാത്തതാണ് നമ്മളെ പ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ,
അപ്പോൾ എ സെറ്റ് എ ഈ സെറ്റ് ബി പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. എന്താണ് നമുക്കറിയാം, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്നുള്ളത് എന്താണ്, ബിയിലെ എലമെൻറ്റ്സ്, എയിലെ എലമെൻറ്റ്സ് ഒക്കെ ബിയിലുണ്ടായിരിക്കണം. പക്ഷേ ഒരിക്കലും എന്താവില്ല, എയും ബിയും ഇക്വലൻ്റ് ആവാൻ പാടില്ല. ഇക്വലൻ്റ് ആവാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കേസിൽ എല്ലാ സബ്സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും നമുക്ക് എന്താ പറയുക, ഇക്വലൻ്റ്. ഇത് എ പവർ സെറ്റ് ആണെങ്കിൽ അതിൽ ഇക്വലൻ്റ് എന്ന് പറയാം. പക്ഷെ ആ സമയത്ത് എന്താവില്ല, ഇത് അതിൽ വരാൻ പാടില്ല. എ എന്നുള്ളത് ഒരിക്കലും എന്താവില്ല, എല്ലാം ഇപ്പോൾ നമുക്ക് എയിലുള്ള എല്ലാ എലമെൻസും, ഇപ്പോൾ എ എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ബി 1 2 3 4. ഓക്കെ, എ എന്നുള്ളത് എന്താവാം, 1 ആവാം. എ എന്നുള്ളത് 1 2 ആകാം. എ എന്നുള്ളത് 1 3 ആകാം. എ എന്നുള്ളത് 1 2 3 ആകാം. എ എന്നുള്ളത് 2 3 4 3യുടെ എലമെൻറ്റ്സ് ഒക്കെ. പക്ഷേ എയും ബിയും ഒരിക്കലും 1 2 3 4 ഫുള്ളും സെയിം ആകാൻ പാടില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സബ്സെറ്റ് ആകാം, പക്ഷെ എന്താവാൻ പാടില്ല, ഈക്വൽ ആവാൻ പാടില്ല. അതാണ് പ്രോപ്പർ സബ്സെറ്റ്. നെക്സ്റ്റ് പവർ സെറ്റ്. പവർ സെറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലേ. സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഈസ് എ സെറ്റ് ഈസ് കോൾഡ് പവർ സെറ്റ്. അതായത് എല്ലാ സബ്സെറ്റിൻ്റെയും ഒരു സെറ്റാണ് എന്ത്, പവർ സെറ്റ്. ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ പവർ സെറ്റ്. എയുടെ പവർ സെറ്റ് ആകുമ്പോൾ പവർ ഓഫ് എ. ബി എന്നുള്ളതാണ് ഒരു സെറ്റ് എങ്കിൽ എന്ത് പറയും, പവർ ഓഫ് ബി. അപ്പോൾ പവർ സെറ്റ് എന്നുള്ളത് പി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക പറയുന്നത്. അപ്പോൾ എ എന്നുള്ളത് എ ബി സി ആണ്. അപ്പോൾ നമുക്കറിയാം പവർ സെറ്റ് എന്ന് വെച്ചാൽ എല്ലാത്തിനും സബ്സെറ്റിൻ്റെ ഒക്കെ സെറ്റാണ് പവർ സെറ്റ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടാവും, 2�3 എലമെൻറ്റ്സ്, 8 എലമെൻറ്റ്സ് ഉണ്ടാവും. നമുക്കറിയാം സെറ്റിൽ ഏതൊക്കെ ഉണ്ട്. അപ്പോൾ എ ഉണ്ട്, സബ്സെറ്റാണ്. ബി സബ്സെറ്റാണ്. സി സബ്സെറ്റാണ്. പിന്നെ എ ബി, എ സി, ബി സി, എ ബി സി. പിന്നെ ഇവിടെ ഒരു നൾ സെറ്റ് ഉണ്ട് കേട്ടോ, എ ബി സി ആൻഡ് നൾ സെറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സെറ്റാണ് എന്ത് പറയുന്നത്, പവർ ഓഫ് എ. ഓക്കെ, ഒരു നൾ സെറ്റ് ഉണ്ട്, പവർ ഓഫ് എ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ ഈ ബിയുടെ പവർ സെറ്റ് കാണുമെങ്കിൽ എന്താണ്, നമുക്കറിയാം 1 2 ആണെങ്കിൽ 1 ഇത് 2, പിന്നെ 1 2, പിന്നെ ഒരു നൾ സെറ്റും. അപ്പോൾ എല്ലാ സബ്സെറ്റിൻ്റെയും സെറ്റാണ് എന്ത് പറയുന്നത്, പവർ സെറ്റ്. സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റാണ് പവർ സെറ്റ്. നെക്സ്റ്റ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാം വരുന്നതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇഫ് ഓൾ സെറ്റ് അണ്ടർ കൺസിഡറേഷൻ ആർ സബ്സെറ്റ് ഓഫ് എ ഫിക്സ്ഡ് സെറ്റ്, then the set is called universal set and is denoted by u. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഏത് സെറ്റും എന്താണ്, അതിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, ഇപ്പം നമ്മൾ എത്ര എലമെൻറ്റ്സ് ആയിക്കോട്ടെ, ഏത് സെറ്റ് ആയിക്കോട്ടെ, അതൊക്കെ യൂണിവേഴ്സലിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, സോ ഓൾ ദി സെറ്റ് അണ്ടർ കൺസിഡറേഷൻ ആർ സബ്സെറ്റ് ഓഫ് എ ഫിക്സ്ഡ് സെറ്റ്. ഈ ഫിക്സ്ഡ് സെറ്റ് അതായത് എല്ലാ എലമെൻറ്റ്സ് എന്താണ് നമ്മളെ ഈ ഫിക്സ്ഡ് സെറ്റിൻ്റെ സബ്സെറ്റാണ്. അതായത് ഫിക്സ്ഡ് സെറ്റ് എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ സെറ്റ്. എല്ലാ സെറ്റ് യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഈ ഒരു സെറ്റിന്, ഈ ഫിക്സ്ഡ് സെറ്റാണ് എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ സെറ്റ്. അതായത് എല്ലാ സെറ്റും ഏതിൻ്റെ അണ്ടറിലാണോ സബ്സെറ്റ് ആയിട്ടാണ് വരുന്നത്, ആ മെയിൻ സെറ്റാണ് നമ്മളെ യൂണിവേഴ്സൽ സെറ്റ്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് വെച്ചാൽ 2 സെറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഡിസ്ജോയിൻറ്റ് ഇഫ് ദ ഹാവ് നോ കോമൺ എലമെൻറ്റ്സ്. കോമൺ ആയിട്ട് ഒന്നുമില്ലെങ്കിൽ അതാണ് ഡിസ്ജോയിൻറ്റ്. എക്സാമ്പിളും കൂടെ എഴുതണം. എ ഈക്വൽ ടു 1 2. ഓക്കെ, ബി ഈക്വൽ ടു 4 5. ഇതെന്താണ്, എ യൂണിയൻ ബി. എ ആൻഡ് ബി എന്ന് പറയില്ല, രണ്ടിലും നമുക്ക് ആൻഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ ലോജിക്കലി. എന്താണ് ആൻഡ്? ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടിലും ട്രൂ ആയിട്ടുള്ളതാണ് എന്ത്, ട്രൂ ആകുള്ളൂ ഇല്ലേ. അപ്പോൾ അതുപോലത്തെ രണ്ടിലും ഉള്ളത് ഏതെങ്കിലും ഉണ്ട്, അതിൽ ഇല്ല. 1 2 ആണ്, ഒന്നിൽ 4 5 ആണ്. അപ്പോൾ ഇതെന്താണ്, നൾ സെറ്റ്. അപ്പോൾ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ഒന്നുമില്ല. ഇനിയിപ്പോൾ 1 2 ഇതാണ് എന്ത്, ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ തരാം, നോക്കുക. എ എന്നുള്ളത് 1 2, ബി എന്നുള്ളത് എന്താണ് 2 3 4. ഇത് ഡിസ്ജോയിൻ്റ് ആണോ? അല്ല. ഇതിലെന്താണ്, ഇൻ്റർസെക്ഷൻ. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിലും കൂടെ ഉള്ളത് ഇതിൽ ഏതുണ്ട്, 2 ഉണ്ട് അല്ലേ, 2 ഉണ്ട്. സോ ഇതെന്തല്ല,
ഡിസ്ജോയിൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഡിസ്ജോയിൻ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ മീൻസ് എന്താണ്, രണ്ടിലും കൂടെ ഉള്ളത് എന്ന മീനിങ്. അപ്പോൾ ഈ രണ്ടിലും കൂടെ ഉള്ള ഒരു എലമെൻറ്റ് ഉള്ളെങ്കിൽ അതിനെയാണെന്ന് പറയാം ഡിസ്ജോയിൻ്റ്. ജോയിൻ്റ് അല്ല, അവർക്ക് തമ്മിലൊരു മാച്ച് ഇല്ലെങ്കിൽ നമ്മൾ പറയും ജോയിൻ്റ് അല്ല, അതാണ് ഡിസ്ജോയിൻ്റ് എലമെൻറ്റ്. ഓക്കെ, ഇനി ഓവർലാപ്പിംഗ് ഓഫ് ടു സെറ്റ്. ഓവർലാപ്പിംഗ് എന്ന് വെച്ചാൽ ടു സെറ്റ്സ് ആർ സെറ്റ് ടു ബി ഓവർലാപ്പിംഗ് ഇഫ് ദ ഹാവ് എ കോമൺ എലമെൻറ്റ്. ഓവർലാപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ കോമൺ എലമെൻറ്റിൽ നിന്ന്, അതായത് എന്തായിരിക്കും ഡിസ്ജോയിൻ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സെറ്റ് എ എന്നുള്ളത് 1 2, ബി എന്നുള്ളത് 2 3 4. നമ്മളെങ്ങനെ വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യുക? ഇത് എ ആണ്, ഇത് ബി ആണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ എഴുതുന്നത് 1 2 എന്താണ്, എയിലും ബിയിലുള്ളതാണ്, 3 4 ഇല്ലേ. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇതെന്ന് വെച്ചാൽ എ ഇൻ്റർസെക്ഷൻ ബി രണ്ടിലുള്ളതാണ്. ഇതിലെന്തില്ല, ഇങ്ങനെ ഒരു ഓവർലാപ്പ് എയും ബിയും ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഓവർലാപ്പ് ചെയ്തെന്ന് വെച്ചാൽ എന്താണ്, ഇതെന്താണ്, നൾ സെറ്റ് അല്ല. ഇതിലെന്തുണ്ട്, ഒരു എലമെൻറ്റ് 2 എന്നുണ്ടല്ലേ. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, അല്ലാതെ അതിൽ നൾ സെറ്റ് അല്ല. അത് 0 നൾ സെറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, പക്ഷേ ഇവിടെ 2 എന്തുണ്ട്, ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓവർലാപ്പ് ചെയ്യുമെങ്കിൽ നമുക്ക് പറയുന്നതാണ് എയിലും ബിയിലും കോമൺ ആയിട്ട്. ഈ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്, എയിലും ബിയിലും കോമൺ ആയിട്ട്. എയിലും ബിയിലും കോമൺ ആയിട്ട് ഒന്നുമില്ലെങ്കിൽ ഡിസ്ജോയിൻ്റ് ആണ്. എയിലും ബിയിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് എയും ബിയും എ കോമൺ ബി, എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് അല്ലെങ്കിൽ മീൻ എന്താണ്, കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതെന്താണ് ഓവർലാപ്പിംഗ് സെറ്റ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻസ്, നമ്മളിപ്പോൾ ഇത് പഠിച്ചത് എന്താണ്, ഇൻ്റർസെക്ഷനാണ്. നമുക്ക് ഓപ്പറേഷനാണ് യൂണിയന് ഇൻ്റർസെക്ഷനൊക്കെ. ഇപ്പോൾ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എന്ന് വെച്ചാൽ ഫോർ എനി ടു സെറ്റ് എ ആൻഡ് ബി ദ യൂണിയൻ ഓഫ് എ ആൻഡ് ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് വിച്ച് ആർ മെമ്പേഴ്സ് ഓഫ് ദ സെറ്റ് എ ഓർ ബി. അതായത് എയിലോ ബിയിലോ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ബോത്ത് അല്ലെങ്കിൽ രണ്ടിലുള്ള എലമെൻറ്റിനെ കൂട്ടും. എയിലോ ബിയിലോ ഏതെങ്കിലും ഒന്നിലുണ്ടായാൽ മതി, അല്ലെങ്കിൽ രണ്ടിലും. അതായത് ടോട്ടൽ ഏതൊക്കെ എലമെൻറ്റ്സ് എയിലും ബിയിലുണ്ട് അതിനെയൊക്കെ നമുക്ക് എന്താ എ ഇൻ്റർസെക്ഷൻ ബി ആക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയിലുള്ള എലമെൻറ്റ് 1 2 3, ബിയിലുള്ള എന്താ 3 4 5. അപ്പോൾ 1 2 3 4 5 6. അപ്പോൾ ഈ കോമൺ ആയിട്ട് രണ്ടിലുണ്ട് 3, പക്ഷേ അങ്ങനെ കോമൺ ആയിട്ടുള്ളത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ, രണ്ടിലും കൂടി എഴുതേണ്ട ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പോൾ രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ യൂണിയൻ എന്ന് വെച്ചാൽ ഐക്യം എന്നുള്ള മീനിങ് അല്ല. അപ്പോൾ യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയുക, യൂണിയൻ ബി. ഇനി ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇൻ്റർസെക്ഷൻ ഓഫ് എനി ടു സെറ്റ്സ് എ ആൻഡ് ബി റിട്ടേൺ ആസ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ദ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ എലമെൻറ്റ്സ് വിച്ച് ആർ ബിലോങ് ടു ബോത്ത് എ ആൻഡ് ബി. രണ്ടിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻ്റർസെക്ഷൻ ചെയ്തുള്ളൂ. അതായത് ഇത് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലാണെങ്കിൽ എങ്ങനെയായിരിക്കും, എ ഇൻ്റർസെക്ഷൻ ബി. നമ്മൾ നേരത്തെ പഠിച്ചു ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആണ് ഡിസ്ജോയിൻ്റ്. അതായത് കോമൺ ആയിട്ട് ഒന്നുമില്ലെങ്കിൽ, കോമൺ ഉണ്ടതാണ് എന്ത് ഇൻ്റർസെക്ഷൻ. അതായത് എ എക്സ് എങ്ങനെയെന്നെന്താ, എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എക്സ് എയിലുണ്ട്. ലോജിക്കാണല്ലേ, ലോജിക്ക് എന്ന് വെച്ചാൽ ഇതിലെന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത്, നമ്മൾ ലോജിക്കിൽ പഠിച്ചിട്ടുണ്ട്, ഏതായിരുന്നു, യൂണിയൻ ഓർ എന്നുള്ളത് എന്താണ്, ഡിസ്ജങ്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഇത് ആൻഡ് ആണ്. ആൻഡ് എന്ന് വെച്ചാൽ ഇൻ്റർസെക്ഷന് ഇതിനെ നമ്മൾ പറയുന്നതാണിത് കൺജങ്ഷൻ. സെയിം ആണ്, മറക്കരുത്. ആൻഡ് ഇൻ്റർജങ്ഷൻ കൺജങ്ഷൻ. ഓക്കെ, ഇപ്പോൾ രണ്ടിലും വില 1 2 3യും ഇത് 3 4 5 രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്നാണ് 3. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, എ ഇൻ്റർസെക്ഷൻ ബി. നെക്സ്റ്റ് നമുക്ക് പറയുന്നതാണ് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്. ഓക്കെ, രണ്ട് സെറ്റിൻ്റെ ഡിഫറൻസ്. അതായത് എ ആൻഡ് ബി എനി ടു സെറ്റ്സ് ദെൻ ദ റിലേറ്റീവ് കോംപ്ലിമെൻറ്റ് ഓഫ് ബി in A or difference of A and B is written as A minus B.
റിലേറ്റീവ് കോംപ്ലിമെൻറ്റ് ഓഫ് എ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? എ മൈനസ് ബി എന്ന് വെച്ചാൽ എയിലുണ്ട് ബിയിലില്ല. അപ്പോൾ കോമൺ ആയിട്ടുള്ളതിനെ നമ്മൾ എഴുതിയത് ബിയിലില്ലാത്തതാണ് എ മൈനസ് ബി. എക്കുണ്ട് ബിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇഫ് ദ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് എ വിച്ച് ആർ നോട്ട് ദ എലമെൻറ്റ് ഓഫ് ബി, ബിയിലില്ലാത്ത എലമെൻറ്റ്, അതാണ് എ മൈനസ് ബി. ഓക്കെ. അതായത് ഇപ്പോൾ നമുക്ക് പറയാം എങ്ങനെ ചെയ്താൽ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എക്സ്. എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ, എയിലുള്ള എലമെൻ്റാണ്. പക്ഷേ എക്സ് നോട്ട് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി, ബിയിലില്ല. എയിലുണ്ട് ബിയിലില്ല. ഓക്കെ. അതാണ് ഇത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്നുള്ളത് 1 2 3 5, ബി എന്നുള്ളത് എന്താണ് 3 5 7 8. അപ്പോൾ എ മൈനസ് ബി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എ മൈനസ് ബി എന്ന് വെച്ചാൽ എയിലുണ്ട് ബിയിലില്ല. ഇതിലേതാണ്? എയിൽ ഇവിടെ 4 ആണ്. 4 2 3. എ എന്നുള്ളത് എന്താണ് 4 2 3 5. ഓക്കെ. അപ്പോൾ എയിൽ ബി എന്താണ് 3 5 7 8. 3 ബിയിലുണ്ട്. 5 എന്താണ് 5ഉം ബിയിലുണ്ട്. 4ഉം 2ഉം എന്തില്ല ബിയിലില്ല. അപ്പോൾ എ മൈനസ് ബി എന്ന് വെച്ചാൽ എയിലുണ്ട് ബിയിലില്ലാത്ത എന്താണ് 2ഉം 4ഉം. അപ്പോൾ എ മൈനസ് ബി എന്താണ് 2ഉം 4ഉം. ഓക്കെ. നെക്സ്റ്റ് ബി മൈനസ് എ എന്ന് വെച്ചാൽ എന്താ? ബിയിലുണ്ട് എയിലില്ല. ബിയിൽ 3 5 ഉണ്ട്, അത് എയിലുണ്ട്. പിന്നെ എന്താണ്? അപ്പോൾ ബിയിൽ ബാക്കി എന്താണ് 7 8, എയിലില്ല. അപ്പോൾ ഈ 7 8 ആണ് ബി മൈനസ് എ. അത് മാറിപ്പോകരുത് കേട്ടോ. അതായത് ഈ എയിലുണ്ട് ബിയിലില്ല, രണ്ടിലുള്ളതാണെങ്കിൽ കൂട്ടില്ല, ഒന്നിൽ മാത്രം ഉള്ളതാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞത്. അതാണ് ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് വരുന്നത് സിമെട്രിക് ഡിഫറൻസ്. ഈ സിമെട്രിക് ഡിഫറൻസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സോറിൻ്റെ പോലെയാണ്. എ എക്സോർ ബി എന്നില്ല, ആ ഒരു ഫോമിലാണ്. ഓക്കെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താണ്? എ യൂണിയൻ ബി. രണ്ട് ടൈപ്പിൽ നമുക്ക് സിമെട്രി ഇങ്ങനെ ചില ക്വസ്റ്റ്യന് ചോദിക്കുന്നുണ്ട് ഫൈൻഡ് എ എക്സോർ ബി എന്ന്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യുക? എ യൂണിയൻ ബി കാണണം, പിന്നെ എ ഇൻ്റർസെക്ഷൻ ബി കാണണം, എന്നിട്ട് ഇത് രണ്ടും സബ്സ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എ മൈനസ് ബി കാണാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ബി മൈനസ് എ കാണണം, എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എടുത്താലും നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ഓർ മൈനസ് ബി കിട്ടും. ഓക്കെ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എ എന്നുള്ളത് ഇത് തന്നു, ബി എന്നുള്ളത് ഇതും. ഓക്കെ. ഇത് ഓറാണ് കേട്ടോ, ഡിവൈഡഡ് ബൈ അല്ല ഓർ എന്നാണ് കൊടുത്തത് കേട്ടോ. രണ്ട്. അപ്പോൾ എയും ബിയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നത് എ യൂണിയൻ ബി. രണ്ടിൻ്റെ യൂണിയൻ എന്താണ്? 0 1 2 3 4 5 6 ഇല്ലേ? എല്ലാ എലമെൻറ്റ്സും വരും യൂണിയനിൽ. പിന്നെ എ ഇൻ്റർസെക്ഷൻ ബി. ഇൻ്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ എന്താണ്? കോമൺ ആയിട്ട് ഇതിൽ കോമൺ ആയിട്ടുള്ള 3. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് ചെയ്യുക. എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. അതായത് എന്താണ്? എ യൂണിയൻ ബിയിലുണ്ട്, പക്ഷേ എ ഇൻ്റർസെക്ഷൻ ബിയിലുണ്ടാവരുത്. അപ്പോൾ നമ്മൾ ഏതിനും ഒഴിവാക്കും? ആ 3 അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം 0 1, കാരണം 3 രണ്ടിലുണ്ട്. അപ്പോൾ 0 1 2 3 4 5 6. ഓക്കെ. ഇതാണ് നമ്മളെ എ എക്സോ അല്ലെ എ സിമെട്രിക് ഡിഫറൻസ് ഓഫ് ബി, എ സിമെട്രിക് ഡിഫറൻസ് ഓഫ് ബി എന്ന് പറയുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് എ മൈനസ് ബി. എ മൈനസ് ബി എന്നുള്ളത് നമുക്കറിയാം 1 എ മൈനസ് ബി. എ ഉണ്ട് ബി ഉണ്ട്. എ മൈനസ് ബി എന്താണ്? എയിലുണ്ട് ബിയിലില്ല. ഇല്ല, എയിലുള്ളത് എന്താ? 1 ഉണ്ട് ബിയിലില്ല, 2 ഉണ്ട് ബിയിലില്ല, 3 ഇതിലുണ്ട്, അപ്പോൾ അത് കൂട്ടില്ല. അപ്പോൾ 1 2 ഇത് കോമൺ ആണ്, ഇതില്ല കാരണം ഇത് ബിയിലുണ്ട്, 3 ബിയിലുണ്ട്. അപ്പോൾ 1 2 4 5 ആണ് എ മൈനസ് ബി. ഇനി ബി മൈനസ് എ എന്താണ്? ബി മൈനസ് എ എന്ന് വെച്ചാൽ ബിയിലുണ്ട് എയിലില്ല. ബിയിലെന്ത്? 0 ഉണ്ട്, ഇതിലില്ല. അപ്പോൾ 3 എന്നാൽ രണ്ടിലുണ്ട് ഇല്ല. അപ്പോൾ 3 അങ്ങ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 0യും 6ഉം ബി മൈനസ് എ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എന്താണ്? യൂണിയൻ എന്ന് വെച്ചാൽ ഇല്ലതല്ല എഴുതുക അല്ലേ? 0 1 2 4 5 6 അല്ലേ? അപ്പോൾ ഇത് രണ്ടും എന്താണ്? സെയിം അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും നമുക്ക് സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സിമെട്രിക് ഡിഫറൻസ് നമുക്ക് കാണാം. ഇത് ക്വസ്റ്റ്യനിൽ ചോദിക്കലുണ്ട് ഈ തരത്തിലുള്ള പ്രോബ്ലംസ്. ഓക്കെ. ഒന്നല്ലെങ്കിൽ എ എക്സോർ ബി, എ സിമെട്രിക് ഡിഫറൻസ് ഓഫ് ബി എന്ന് വെച്ചാൽ എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ചെയ്യുക. അല്ലെങ്കിൽ എ സിമെട്രിക് ബി ചോദിച്ചെന്ന് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ചെയ്യുക. ഓക്കെ.
അത് പ്രൂവ് ചെയ്യാനും ചോദിക്കലുണ്ട് ചില സമയത്ത്. അപ്പോൾ നിങ്ങൾ എയും ബിയും ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യുക. ഇഷ്ടമുള്ള എക്സാമ്പിൾ കൊടുത്തിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യുക. ഇങ്ങനെ ചോദിക്കലുണ്ട് ചിലപ്പോൾ. ചില ക്വസ്റ്റ്യനിൽ കാണിക്കാം എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി പ്രൂവ് ദാറ്റ് എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ബി മൈനസ് എ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഇതെന്ന് വെച്ചാൽ പിന്നെ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഓരോ വാല്യൂസ് ഏതെങ്കിലും വാല്യൂസ് കൊടുത്തിട്ട് ഇത് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരയ്ക്കുന്നതാണ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് എ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു എ. എല്ലാ എലമെൻറ്റ്സും, അതായത് ഈ എയിലില്ലാത്ത എല്ലാ എലമെൻറ്റ്സും നമുക്ക് എ കോംപ്ലിമെൻ്റ് എന്ന് പറയാം. നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ എലമെൻറ്റ്സും ഉള്ളതാണ് യൂണിവേഴ്സൽ സെറ്റ്. നമുക്ക് 1 മുതൽ 6 വരെ എഴുതി. എ എന്നുള്ള സെറ്റ് 1 2 3 ആണ്. അപ്പോൾ എ ഡാഷ് എന്തായിരിക്കും, എ എന്ന് പറയുമ്പോൾ 1 2 3 ഇതങ്ങ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് 4 5 6 അതാണ് എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, താങ്ക് യു.